ഒരു ആൺ സൗഹൃദങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉണ്ണികൃഷ്ണൻ നിരന്തരമായി ഇങ്ങനെയുള്ള സൈറ്റുകളിൽ കയറി മണിക്കൂറുകളോളം ചെലവഴിക്കുന്നതും ഈ വ്യക്തികളുമായിട്ട് ബന്ധപ്പെടുന്നതുമായിട്ടും ഉള്ളത് ഉണ്ണികൃഷ്ണൻ്റെ സൈറ്റിൽ നിന്ന് തന്നെ PhD കിട്ടണം, എനിക്ക് 6 മാസം നീ എന്നെ ഒന്ന് ഫ്രീ ആക്കി വിടണം. തിരുവനന്തപുരത്ത് പൂന്തുറയിലെ അമ്മയും മകളും ആത്മഹത്യ ചെയ്ത സംഭവം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. 200 പവൻ കൊടുത്തിട്ട് കെട്ടിച്ചയച്ചു. 25 ദിവസങ്ങൾ മാത്രമേ ഈ പറയുന്ന വ്യക്തിയുടെ ഭർത്താവിന്റെ കൂടെ നിന്നിട്ടുള്ളൂ. അല്ലെങ്കിൽ ആ വ്യക്തി അങ്ങനെ മാത്രമേ ഈ പറയുന്ന ഭാര്യയുടെ കൂടെ നിന്നിട്ടുള്ളൂ. അവരുടെ ഇപ്പം പുതിയതായിട്ട് കേൾക്കുന്ന അപ്ഡേറ്റുകളും കാര്യങ്ങളും അനുസരിച്ചിട്ട് ഈ പറയുന്ന വ്യക്തി ഗേ ആണ്, അല്ലെങ്കിൽ ആൺകുട്ടികളോട് അല്ലെങ്കിൽ ആണുങ്ങളോട് മാത്രം ഇൻട്രസ്റ്റ് ഉള്ള ഒരു വ്യക്തിയാണ്. പിന്നെ എന്തിനാണ് ഇവൻ ഈ പറയുന്ന കുട്ടിയുടെ ജീവിതം തകർത്തത്? 200 പവനും വാങ്ങി കല്യാണം കഴിച്ചിട്ട് എന്തിനാണ് ഈ പറയുന്ന കുട്ടിയുടെ ജീവിതം തകർത്തത്? അല്ലെ, ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരണ സമയത്ത് നമുക്ക് ഫ്യൂച്ചറിൽ പേടിയായിക്കൊണ്ടിരിക്കാൻ ഇങ്ങനെയുള്ള കാരണങ്ങൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് ആൾക്കാരെ നമ്മൾ വിശ്വസിക്കുന്നത്? എന്തായാലും നമുക്ക് ന്യൂസിലേക്ക് പോകാം. അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഈ കുട്ടിയുടെ ഭർത്താവിനെ പറ്റിയിട്ടുള്ള ന്യൂസ് ഇന്നലെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് കൂടുതലായിട്ട് വിശദമായിട്ട് നമുക്കൊന്ന് കേട്ടുനോക്കാം. തിരുവനന്തപുരം പൂന്തുറയിലേക്ക് പോകണം. അവിടെ അമ്മയും മകളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതി ഉണ്ണികൃഷ്ണന് ആൺ സുഹൃത്തുക്കളോട് താല്പര്യക്കൂടുതൽ ഉണ്ടായിരുന്നു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഗ്രീം ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന അവഗണന ഭർത്താവിന്റെ ഈ സ്വഭാവ രീതിയുമായി ബന്ധപ്പെട്ടെന്നും പോലീസ് നിഗമനം. 6 വർഷത്തിനിടെ ഉണ്ണികൃഷ്ണൻ വീട്ടിൽ പോയത് 1 ദിവസം മാത്രമാണെന്നും ഗ്രീമിക്കൊപ്പം ഒന്നിച്ച് ജീവിച്ചത് 25 ദിവസമെന്നും പോലീസ് പറയുകയാണ്. മേഘന 6 വർഷമായിട്ട് കല്യാണം കഴിച്ചിട്ട് 25 ദിവസം മാത്രമാണ് ഈ പറയുന്ന വ്യക്തിയുടെ കൂടെ കഴിഞ്ഞിട്ടുള്ളത്. ഇതുപോലെ തന്നെ ഈ പറയുന്ന വ്യക്തി, ഈ ഭർത്താവ് എന്ന് പറയുന്ന ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആള് കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യയുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധങ്ങളോ കാര്യങ്ങളോ ഇല്ലാതെ ഗൾഫിലേക്ക് കൊണ്ടുപോകാൻ ഒരുമിച്ച് എന്നുള്ള രീതിയിൽ നിൽക്കുകയും പിന്നീട് കൊണ്ടുപോകാതിരിക്കുകയും, അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് പഠിക്കുകയാണ്, ആ സമയത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ എന്താ പറയുക കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഭാര്യ കാരണം പറ്റുന്നില്ല എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതിനിധി ഉണ്ടാക്കുകയും അവര് വളരെ മാനസികമായിട്ട് അകറ്റി നിർത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കാണിക്കുകയും ചെയ്തു. എന്നിട്ട് നാട്ടിൽ വന്നാൽ പോലും ഈ ഭാര്യയുടെ വീട്ടിൽ പോകാനോ ഭാര്യയായിട്ട് സംസാരിക്കാനോ ഒരു വാട്സപ്പ് മെസ്സേജ് പോലും അയക്കാനോ ഒരു കോണ്ടാക്റ്റും ഇല്ലാത്ത രീതിയിലേക്ക്, അതായത് കല്യാണം കഴിഞ്ഞ് 25 ദിവസം മാത്രം കൂടെ നിന്ന് പിന്നീട് ആ ഒരു 200 പവൻ കൊടുത്തയച്ച ബന്ധം എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. എന്നിട്ട് അവരുമായിട്ട് ഒരു കോണ്ടാക്റ്റും 25 ദിവസം കഴിഞ്ഞ് പിന്നെ ഈ പറയുന്ന ഭർത്താവിനില്ല. അപ്പോൾ ആ കുട്ടിയുടെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ പ്രവിധ തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതിൽ പ്രധാനമായും ഈ ആത്മഹത്യാക്കുറിപ്പിൽ ഗുരുതര ആരോപണങ്ങൾ, അത് ഈ സ്ത്രീധനം, അതുപോലെ തന്നെ വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞ് അപഹസിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളുണ്ടായിരുന്നു. അതിനപ്പുറത്തേക്കായിരുന്നു പോലീസിന്റെ അറസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ. അതിൽ പറയുന്നത് കൃത്യമായിട്ടുള്ള അവഗണനയും പരിഹാസവുമാണ് ഇവരെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. മകളുടെ ദാമ്പത്യം നയിച്ചത് അമ്മയെയും വിഷമത്തിലാക്കി. അങ്ങനെ ഇരുവരും ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൽ എന്താണ് അവഗണന, അല്ലെങ്കിൽ ഗ്രീമ സൂചിപ്പിച്ച അവഗണന എന്താണ് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തുന്നത്. അത് ഈ ഉണ്ണികൃഷ്ണന്റെ ഫോൺ വിവരങ്ങൾ ശേഖരിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഈ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. അതിൽ ഈ പറയുന്ന ഗ്രീമ വ്യക്തമായിട്ട് അവരുടെ ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന കാര്യമായിരുന്നു തന്നെ അവഗണിച്ചു എന്നുള്ള കാര്യങ്ങൾ. അതായത് 25 ദിവസം മാത്രം കൂടെ അത് പോയ ശേഷം പിന്നീട് ഈ വ്യക്തി മടങ്ങി വരും, തന്നെ സ്നേഹിക്കും, നല്ല രീതിയിലാകുമെന്ന് വിചാരിച്ചിട്ട് 6 വർഷത്തോളം ഈ വ്യക്തി വേറൊരു കല്യാണവും കാര്യങ്ങളും കഴിക്കാതെ ഈ കുട്ടി കാത്തിരുന്നു. അതായത് വേറൊരാളെ വേണ്ട, അല്ലെങ്കിൽ ഈ ആള് തന്നെ നല്ലതായിട്ട് വരുമായിരിക്കും എന്നുള്ള രീതിയിൽ കാത്തിരുന്നു. അല്ലെ, ഇക്കാലത്ത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, നമുക്ക് വേണ്ടാന്ന് തോന്നിയാൽ അല്ലെങ്കിൽ മറ്റൊരു വിവാഹത്തിലേക്കോ കാര്യങ്ങളിലേക്കോ ഡിവോഴ്സൊക്കെ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇവരുടെ ഭാഗത്തു നിന്നും, അല്ലെങ്കിൽ ആ കുട്ടി ഒരു ചില ആൾക്കാർക്ക് ഉണ്ടാവില്ല, നമുക്ക് ജീവിതത്തിൽ ഒരു കല്യാണം മാത്രം മതി, അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ കൊണ്ടുപോവുക എന്നുള്ള മൈൻഡ് സെറ്റോട് കൂടിയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അതായത് അഥവാ ഈ കല്യാണത്തിൽ എന്തെങ്കിലും സംഭവിച്ചാലും ഇത് ഡിവോഴ്സ് ചെയ്തിട്ട് പോവാന്നുള്ളൊരു മൈൻഡ്, അങ്ങനെ മൈൻഡോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ചില ആൾക്കാർ ഇങ്ങനെ അതിൽ മാത്രം, അതായത് ഇതാണ് എൻ്റെ ജീവിതം, ഇത് മാത്രമാണെന്നുള്ള രീതിയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. ഭയങ്കര ജെനുവിനായിട്ട് ആത്മാർത്ഥതയോട് കൂടിയിട്ട് ആ കുട്ടി അതിൽ നിന്നു. അത് മാത്രമല്ല, 6 വർഷങ്ങൾക്ക് ഇപ്പുറം അവിടെ ഒരു ഫംഗ്ഷന് പോയ സമയത്താണ് ഇവരുടെ ഭാഗത്ത് നിന്ന് വളരെ മോശം രീതിയിൽ ഇവരെ അപമാനിച്ചപ്പോൾ അത് സഹിക്കാൻ വയ്യാതെയാണ് വന്നിട്ട് ഇത് ചെയ്തു എന്ന് പറയുന്നത്. ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ ഈ കുട്ടീനെ അവഗണിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് തിരക്കി പോകുന്ന സമയത്താണ് ഈ ഉണ്ണികൃഷ്ണന്റെ ഫോൺ കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്ത് പരിശോധിക്കുന്ന സമയത്ത് അതിൻ്റെ അകത്തു നിന്നും ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഗേ സൈറ്റുകളും കാര്യങ്ങളും ഒക്കെ, അതായത് അങ്ങനെയുള്ള കൂട്ടുകെട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ വ്യക്തിക്ക് ഇഷ്ടം. പിന്നെ എന്തിനാണ് ഈ പറയുന്ന ആള്
ഈ കല്യാണം കഴിക്കുന്ന സമയത്ത് ഈ ഒരു പെൺകുട്ടീനെ കല്യാണം കഴിക്കാനുള്ള റീസൺ എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ് ആ കുട്ടിയുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നിന്നത് അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു സെക്ഷുവാലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് മറ്റൊരാളുടെ ലൈഫ് തകർത്തത്? അവരുടെ അമ്മയും ആ കുട്ടിയും അവരുടെ അച്ഛനും എല്ലാവരും അടങ്ങുന്ന ഒരു കുടുംബം, അത് നല്ലൊരു കുടുംബത്തെയാണ് അവർ ഇല്ലാതാക്കിയത് അല്ലേ? ശരിക്കുമുള്ള നല്ല രീതിയിലുള്ള ഒരു കല്യാണം കഴിഞ്ഞ് പോകുന്നതായിരുന്നു എങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എത്രയോ ഈ സ്ത്രീധനോ കാര്യങ്ങളോ ഒന്നും അല്ല, നല്ല രീതിയിൽ ഒരു നല്ലൊരു ചെറുക്കനെയാണ് ആ കുട്ടിക്ക് കിട്ടിയിരുന്നെങ്കിൽ നല്ല രീതിയിൽ ഇന്നും ജീവിച്ചിരിക്കേണ്ട ഒരു കുട്ടി അല്ലെ? 6 വർഷത്തോളം ഒരു ബന്ധവുമില്ലാതെ കഴിഞ്ഞ് എന്നിട്ടും ഇയാൾ തിരിച്ചു വരുമെന്ന് വിചാരിച്ചു നിന്ന് വീണ്ടും ആ കുട്ടീനെ അപമാനിച്ച് ഇപ്പോഴാണ് ഈ സത്യാവസ്ഥ പുറത്തു വരുന്നത്. ാണ് അതായത് ആൺ സുഹൃത്തുക്കളോടും അല്ലെങ്കിൽ ഗ്രീമയോട് താല്പര്യം ഉണ്ടായിരുന്നില്ല, മറിച്ച് ആൺ സുഹൃത്തുക്കളോടാണ് താല്പര്യം എന്നുള്ളതാണ്. അതിൽ പോലീസ് പറയുന്നത് ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് ഈ ഉണ്ണികൃഷ്ണൻ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അത് നമ്മൾ അല്ലെങ്കിൽ ഗ്രീമയോ അല്ലെങ്കിൽ മറ്റാരും പ്രശ്നമായി പറഞ്ഞിരുന്നില്ല. പക്ഷേ മുന്നേ ഇത് തുറന്നു പറയാത്തതും അതുപോലെ തന്നെ ഈ കാരണം കൊണ്ട് ഗ്രീമയെ അവഗണിച്ചതുമാണ് പ്രശ്നമായി വന്നത് എന്നുള്ളതാണ് പ്രധാനമായും പോലീസിന്റെ കണ്ടെത്തൽ. കൂടാതെ പലതരത്തിലുമുള്ള ഗ്രൂപ്പുകളിൽ ഉണ്ണികൃഷ്ണൻ അംഗമായിരുന്നു എന്നുള്ള കാര്യങ്ങളടക്കം ഈ ഫോണിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. ഫോൺ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് പോലീസ്. കൂടാതെ 25 ദിവസം മാത്രമാണ് ഈ 6 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൽ ഇരുവരും ഒന്നിച്ച് താമസിച്ചത്. അത് ഈ വീട്ടിൽ നിന്ന് ഗ്രീമയെ അവഗണിച്ച് വിടുകയായിരുന്നു എന്നുള്ളതാണ് കണ്ടെത്തൽ. ഈ പറയുന്ന ഉണ്ണികൃഷ്ണന്റെ പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ ആള് ഗേ ആണ്. പക്ഷെ ആൾക്കാരുടെ മുൻപിൽ വെച്ചിട്ട് ഞാൻ സ്ട്രെയിറ്റ് ആണ് അല്ലെങ്കിൽ ആ രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ടും ഒരു കുട്ടിയെ കല്യാണം കഴിക്കുന്നു. 200 പവനൊക്കെ കൊടുത്തിട്ട് കല്യാണം കഴിക്കുന്നു, വാങ്ങിയിട്ട് കല്യാണം കഴിക്കുന്നു. കല്യാണം കഴിച്ച ശേഷം ആ കുട്ടീനെ വെറും 10-25 ദിവസം മാത്രം കൂടെ ഇരുന്നിട്ട് പിന്നെ ഒഴിവാക്കി അങ്ങ് വിടുന്നു. സ്വന്തം ലൈഫ് മാത്രം നോക്കുക. അതായത് മറ്റുള്ളവരുടെ മുൻപിൽ ഞാൻ സ്ട്രെയിറ്റ് ആണ്, നല്ല രീതിയിൽ പോകുന്ന ആളാണെന്ന് കാണിക്കുകയും പിന്നീട് ആരും കാണാതെ പോയിട്ട് ഇങ്ങനെയുള്ള സൈറ്റുകളും ബാക്കിയുള്ള രാജ്യങ്ങളിൽ പോയിട്ട് വേറെ പരിപാടി നടത്തുകയും ചെയ്യാം. അപ്പൊ ഇയാളുടെ മനസ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കുക. ഇയാൾക്ക് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കുട്ടിയുടെ ജീവിതമാണ് അല്ലെങ്കിൽ തകർത്തത്? ഇങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരണ സമയത്ത് കൂടുതലും പെൺകുട്ടികൾക്കാണെങ്കിലും എന്തുകൊണ്ടാണ് പെൺകുട്ടികൾ കല്യാണം കഴിക്കാൻ മടിക്കുന്നത്? അതിന്റെ ഒരു റീസൺ, അതായത് കുറെ റീസൺ ഉണ്ട്. അതിൽ ഒരു റീസൺ കൂടിയാണ് ഇത് 200 പവൻ കൊടുത്ത് കെട്ടിച്ചു എന്ന് പറയുന്നത് തന്നെ അതിൽ ഏറ്റവും വലിയൊരു കാര്യം. എന്തിനാണ് ഇത്രയും പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ആ പൈസ 200 പവൻ എന്ന് പറയുന്ന അതിന്റെ പൈസ ഈ കുട്ടിയുടെ അക്കൗണ്ടിൽ ഒരു ക്യാഷ് ആയിട്ടോ കാര്യങ്ങളോ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ആ കുട്ടിക്ക് ജീവിക്കാൻ പാകത്തുള്ളൊരു ഇതാണ് കൊടുത്തിരുന്നെങ്കിൽ കുട്ടിക്ക് വേറൊന്നും ചിന്തിക്കാനില്ല. അത് മാത്രമല്ല ഈ പറയുന്ന ആളെ, അതായത് ഞാൻ വിചാരിക്കുന്നത് ഈ പറയുന്ന ആളുടെ ഒരു മാനസികാവസ്ഥയാണ് ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആളുടെ മാനസികാവസ്ഥയാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്ത് സന്തോഷമാണ് ഈ കുട്ടീനെ ചതിച്ചിട്ട് ഇങ്ങനെ നിന്നതിലൂടെ അയാൾക്ക് ലഭിക്കുന്നത്? അതിശയോക്തിയൊന്ന് തോന്നുമെങ്കിലും ഗ്രീമയുടെ ബന്ധുക്കൾ ഉണ്ണികൃഷ്ണന് നേരെ ഉയർത്തുന്ന ആരോപണങ്ങൾ ഗുരുതരമാണ്. ഈ ഉണ്ണികൃഷ്ണൻ ഒരു ആൺ സൗഹൃദങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉണ്ണികൃഷ്ണൻ നിരന്തരമായി ഇങ്ങനെയുള്ള സൈറ്റുകളിൽ കയറി മണിക്കൂറുകളോളം ചെലവഴിക്കുന്നതും ഈ വ്യക്തികളുമായിട്ട് ബന്ധപ്പെടുന്നതുമായിട്ടും ഉള്ളത് ഉണ്ണികൃഷ്ണന്റെ സൈറ്റിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. PhD നേട്ടത്തിന് പരീക്ഷയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായി കുടുംബാംഗങ്ങളുമായി സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് വിശ്വസിപ്പിച്ച് ബോധപൂർവം അകലം പാലിച്ചു. ഈ സമയം പലയിടങ്ങളിലേക്കും സുഹൃത്തുക്കളെ തേടി സഞ്ചരിച്ചു. എക്സാമിന് പഠിക്കാൻ എന്നുള്ള രീതിയിൽ വ്യാജ അതും പറഞ്ഞിട്ട് ഈ കുട്ടി കാരണം പഠിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഈ കുട്ടീന്റെ മേലെ എല്ലാ പഴിയും ചാരിയിട്ടും ഇവരങ്ങ് കടന്നു കളഞ്ഞ ശേഷം അവിടെ പോയിട്ട് ഇവന്റെ പരിപാടി എന്താണ്? ഇങ്ങനെയുള്ള ഗേ ആയിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തുക, സൈഡിൽ കയറുക, അല്ലെങ്കിൽ ചാറ്റ് ചെയ്യുക, ഇവരുമായിട്ട് വേറെ പരിപാടി നടത്തുക. ഇതൊക്കെ ഇവൻ ചെയ്തുകൊണ്ടിരിക്കുക. ഈ കുട്ടി ഇവനെയും നോക്കിയിട്ട് ഇവിടെ പാവമായിട്ട് ഇവിടെ ഇങ്ങനെ കാത്തിരിക്കുക. സഞ്ചരിച്ചു. ഈ കല്യാണം കഴിഞ്ഞതോടുകൂടി പുള്ളിക്ക് ഒരു അപകർഷതാബോധം ഉണ്ട്. അതിനുശേഷം വീട്ടുകാരുടെ പറച്ചിലിൽ നിന്നും ഈ ഗ്രീമയുടെ ഐശ്വര്യക്കുറവാണ് ഇവന്റെ പഠനം മോശമാകാൻ കാരണം. ഗ്രീമ വന്നതിന് ശേഷമാണ് ഇവന്റെ അങ്ങനെ നിരന്തരം കുറ്റപ്പെടുത്തലുകൾ മാത്രമായിട്ട് ഒതുങ്ങി. മകളോട് അമ്മയ്ക്കുള്ള സ്വാഭാവിക വാത്സല്യമാണ് സജിത ഗ്രീമയോട് പ്രകടിപ്പിച്ചിരുന്നത്. ഏതൊരമ്മയ്ക്കും ഒരു മകളുടെ അടുത്ത് ഉള്ള ഒരു സ്നേഹം എന്നും എല്ലാ അമ്മമാർക്കും കാണുമല്ലോ. ഭർത്താവിനൊപ്പം വിദേശത്ത് കഴിയാൻ ആഗ്രഹിച്ചിരുന്ന ഗ്രീമ വിവാഹ നിശ്ചയത്തിന് പിന്നാലെ പാസ്പോർട്ട് എടുത്ത് തയ്യാറായിരുന്നു. 7/5/2019 പാസ്പോർട്ട് എടുത്ത് പോകാൻ വേണ്ടി കാത്തിരുന്ന ഒരു കുട്ടിയാണിത്. ആ കുട്ടിയാണ് അവർ പറയുന്നത് അമ്മ വിട്ടില്ല, പോയില്ല. കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ഉണ്ണികൃഷ്ണന്റെ ബന്ധുക്കളും അമ്മയും അതുപോലെ തന്നെ ബ്രദറൊക്കെ ആണെന്ന് തോന്നുന്നു വന്നിരുന്നിട്ട് ഭയങ്കര ന്യായീകരണം വെളുപ്പീരുമായിരുന്നു. അതായത് ഇവരെ വെളുപ്പിച്ചങ്ങ് ഭയങ്കര സംഭവമാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ പറയുന്ന ആളുടെ ഗ്രീമയുടെ അമ്മയാണ് ഇതിനൊന്നും വിടാത്തത്, അവർക്ക് പ്രൈവസി കൊടുത്തില്ല എന്നൊക്കെ. ഈ പ്രൈവസി കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈ പറയുന്ന വ്യക്തി മര്യാദയ്ക്ക് ഈ പെൺകുട്ടിയോട് മിണ്ടുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്യണ്ടേ?
അതായത് ഈ പറയുന്ന കുട്ടീനെ അവഗണിക്കുകയും ഗേ ആയ ഈ വ്യക്തി എങ്ങനെയാണ്, ഏത് രീതിയിലാണ് ഈ കുട്ടിയുമായിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ മനസ്സിലായല്ലോ എന്ത് തരത്തിലാണ് നിങ്ങൾ വന്നിട്ട് ഈ പെൺകുട്ടീനെയും അമ്മേനെയും മോശമാക്കുന്ന രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് വളച്ചൊടിച്ചുകൊണ്ട് അല്ലേ ഇങ്ങനെ ഈ രീതിയിൽ ഇന്നലെയൊക്കെ കാണണമായിരുന്നു. അപ്പോൾ സ്വന്തം അനിയൻ അല്ലെങ്കിൽ സ്വന്തം ബ്രദറിന്റെ സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ അറിയാമായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഈ കുട്ടിയുടെ ലൈഫ് തൊലയ്ക്കുന്ന രീതിയിൽ ഇങ്ങനൊരു കല്യാണം നടത്തി കൊടുത്തു? കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എനിക്ക് തോന്നുന്നത് ഇവരുടെ ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആളുടെ അമ്മയും അവരൊക്കെ പറയുന്നത് ഈ കുട്ടി കാരണമാണ് പഠിക്കാൻ പറ്റാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് മനഃപൂർവ്വം അകറ്റി നിർത്തി, അതായത് ആ കുട്ടീനെ അകറ്റി നിർത്തി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പൊ ഇവർക്കൊക്കെ അറിയാമായിരുന്നുവെങ്കിൽ ഈ കുട്ടിയും അതായത് ഇവന്റെ സെക്ഷുവാലിറ്റി ഇങ്ങനെയാണെന്ന് അറിയായിരുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു രീതിയിൽ ഈ കുട്ടീന്റെ ജീവിതം തൊലയ്ക്കുന്ന രീതിയിൽ ഒരു കല്യാണം നടത്താൻ വേണ്ടി തീരുമാനിച്ചത്? നാട്ടുകാരുടെ മുൻപിൽ കാണിക്കാൻ വേണ്ടിയിട്ടോ? നാട്ടുകാരുടെ മുൻപിൽ ഞാൻ സ്ട്രെയിറ്റ് ആണ്, അല്ലെങ്കിൽ എൻ്റെ മകൻ ഭയങ്കര നല്ലവനാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടീനെ കല്യാണം കഴിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് കാണിച്ചു കൊടുക്കുകയും എന്നിട്ട് ആ പെൺകുട്ടിയുടെ ജീവിതം തൊലച്ച ശേഷം ഇവൻ അങ്ങ് കടന്നു കളയുകയും പിന്നീട് അവൻ പോയിട്ട് വേറെ ആണുങ്ങളുടെ കൂടെ വേറെ രീതിയിലുള്ള കാര്യങ്ങൾ നടത്തുകയും ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് നേട്ടമാണ് നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയിട്ടുള്ളത്? എന്നിട്ട് വന്നിട്ട് വെളുപ്പിയിൽ ഈ കുട്ടീനെയും കുട്ടീൻ്റെ അമ്മേനെയും വളരെ മോശം രീതിയിൽ ചിത്രീകരിക്കുന്ന രീതിയിൽ വെളുപ്പിക്കുക. അമ്മ വിട്ടില്ല, പോയില്ല. ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങിനെത്തിയ സമയം ഉണ്ണികൃഷ്ണൻ അമ്മയ്ക്കും മകൾക്കും താങ്ങാനാവാത്ത കാര്യങ്ങൾ പറഞ്ഞുവെന്നാണ് വിവരം. മണ്ണ വിട്ട് ശിവരെ അപമാനിച്ച് ഇറക്കി വിട്ടതായിട്ട് ചേച്ചി എന്നോട് പറഞ്ഞിരുന്നു. ആ വിഷമത്തിലാണ് അവർ ഈ കടങ്കൈ ചെയ്തത്. ഭാര്യാപിതാവിന്റെ മരണവിവരം അറിഞ്ഞിട്ടും വിളിക്കാൻ പോലും മനസ്സ് കാണിച്ചില്ല. അടുത്ത മാസം 6-ന് ബന്ധുക്കൾക്കൊപ്പം വിമാനയാത്ര നിശ്ചയിച്ചിരുന്ന ഗ്രീമ വേഗത്തിൽ മറ്റൊരു തീരുമാനമെടുത്തതിന് പിന്നിൽ ഉണ്ണികൃഷ്ണന്റെ പ്രകോപനമാണെന്നും ബന്ധുക്കൾ. കാരണം ആദ്യം ഒരിക്കൽ പറഞ്ഞു വെച്ചാൽ എനിക്ക് PhD കിട്ടണം, എനിക്ക് 6 മാസം നീ എന്നെ ഒന്ന് ഫ്രീ ആക്കി വിടണം, അതുകൊണ്ട് 6 മാസം ഞാൻ എന്നെ കോൾ ചെയ്യത്തില്ല, വിളിക്കത്തില്ല എന്ന് പറഞ്ഞ് പോയവരാണ് ഈ 5 വർഷമായിട്ട്. ഈ 6 മാസം എന്ന് പറയുന്നത് ഇപ്പം 5 വർഷമായി. കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണന്റെ സഹോദരൻ ഉന്നയിച്ച ആരോപണങ്ങൾ പൂർണ്ണമായും തെറ്റെന്ന് തെളിയിക്കാനുള്ള വിവരങ്ങൾ അതായത് 6 മാസത്തേക്ക് എനിക്ക് PhD ചെയ്യണം. PhD ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെയാണല്ലോ ചെയ്യുന്നത്. ഈ PhD ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഈ PhD ചെയ്യുന്ന ആൾക്കാരൊക്കെ കല്യാണം കഴിഞ്ഞ് ഭാര്യേനെ നാട്ടിലാക്കി പിന്നീട് 6 വർഷത്തേക്ക് മറ്റേ നീണ്ട ഇടവേളയ്ക്ക് ശേഷം വരുന്നു എന്നൊക്കെ പറയുന്നത് പോലെ ഈ രീതിയിലാണോ PhD ചെയ്യുന്ന ആൾക്കാർ പോവാറ്? ഇനി പോകുന്നുണ്ടെങ്കിൽ തന്നെ ഒരു കോണ്ടാക്ട് പറ്റത്തില്ല എന്നൊക്കെ പറയണത് ആ സമയത്ത് തന്നെ നമുക്ക് അവിടെ ഒരു ദുരൂഹതയാണ്. നമുക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അവിടെ എന്തോ പ്രശ്നമുണ്ട്. അല്ലാതെ ഈ പറയുന്ന വ്യക്തി കല്യാണം കഴിഞ്ഞ് 25 ദിവസം കഴിഞ്ഞ് എനിക്ക് PhD പഠിക്കണം, ഞാനൊരു കോണ്ടാക്റ്റും പാടില്ല എന്ന് പറഞ്ഞ് കല്യാണം കഴിഞ്ഞ ഭാര്യേനെ നാട്ടിലാക്കിയിട്ട് ഒറ്റ പോക്കുവാണ്. പിന്നീട് 6 മാസത്തേക്ക് മിണ്ടരുത് സംസാരിക്കരുത് പറഞ്ഞ ആൾ 5 വർഷം കഴിഞ്ഞിട്ട് ആണ് വരുന്നത്. അല്ലെങ്കിൽ 5 വർഷത്തോളം ഒരു ബന്ധവും ഇല്ല, ഒരു കോണ്ടാക്റ്റും ഇല്ല. ഈ 5 വർഷത്തോളം കല്യാണം കഴിഞ്ഞിട്ട് ഇവന് വേണ്ടി കാത്തിരുന്ന ആളെ പറഞ്ഞാൽ മതി. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരുത്തനെയൊക്കെ എന്തിനാണോ കാത്തിരിക്കുന്നത്? കാരണം ആ കുട്ടിയുടെ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം കല്യാണം കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഓക്കെ ആയി വരും എന്നുള്ള രീതിയിലായിരിക്കാം നിന്നിട്ടുണ്ടാവുക. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, നമുക്കറിയില്ല ഇതിന്റെ ഉള്ളിൽ എന്താണ് നടന്നത്, അല്ലെങ്കിൽ മാനസികമായിട്ട് ആ കുട്ടീനെ എത്രത്തോളം വേദനിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഉണ്ണികൃഷ്ണൻ അന്ന് പെരുമാറിയിട്ടുള്ളത്, എന്തുകൊണ്ടാണ് ഡിവോഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്യാതിരുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയില്ല. ചിലപ്പോൾ ഈ കുട്ടി വിചാരിച്ചിട്ടുണ്ടാവാം ഇതൊക്കെ മാറി സെറ്റായിട്ട് വരുമായിരിക്കാം എന്നുള്ള രീതിയിലായിരിക്കാം ചിലപ്പം പറഞ്ഞിട്ടുണ്ടാവുക. നമുക്ക് ഇതിന്റെ ഉള്ളിൽ അവർ തമ്മിലുള്ള കാര്യങ്ങൾ അറിയില്ല. പക്ഷെ ഈ കാണിച്ച ചെറ്റത്തരം എന്ന് പറയേണ്ടി വരും. ഈ കാണിച്ചത് വെറും ചെറ്റത്തരമാണ്. ഒരാളുടെ ലൈഫ് വെച്ചിട്ടല്ല നിങ്ങൾ കളിക്കേണ്ടത്. ഒരു കല്യാണവും കാര്യങ്ങളിലേക്കും പോകുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സെക്ഷുവാലിറ്റി മറക്കാൻ വേണ്ടിയിട്ടോ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടോ ഒരാളുടെ ലൈഫ് വെച്ച് കളിക്കാതിരിക്കാം. നിങ്ങൾ ഇപ്പം ഗേ ആണെങ്കിൽ അല്ലെങ്കിൽ ലെസ്ബിയൻ എന്തായിക്കോട്ടെ, നിങ്ങൾ ഏത് രീതിയിലുള്ള കമ്മ്യൂണിറ്റിയോ എന്തോ ആയിക്കോട്ടെ ആണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടേതായ പാർട്ട്ണറെ മാത്രം നിങ്ങൾക്ക് ഓക്കെ ആവുന്ന ആളെ നിങ്ങൾ കണ്ടെത്തുക. അല്ലാതെ മറ്റൊരാളുടെ ലൈഫ് തൊലച്ചിട്ട് അവിടെ കല്യാണം കഴിച്ചു വെച്ചിട്ട് അവിടെ അവരെ ആക്കിയിട്ട് വേറെ രീതിയിൽ നിങ്ങൾ പോയിട്ട് കാണിക്കുന്ന ഈ പോക്രിത്തരം എന്ന് പറയേണ്ടി വരും. ഈ സംഭവം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആ കുട്ടിക്ക് പോയി, ആ കുട്ടിയുടെ വീട്ടുകാർക്ക് പോയി, ആ വീട്ടുകാരെല്ലാവരും പോയി അല്ലേ. അപ്പോൾ എത്രത്തോളം മാനസിക വിഷമം അവർ അനുഭവിച്ചിട്ടുണ്ടാകും. ഇതൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് തന്നെ പേടിയാവുകയാണ്. കാരണം നാളെ കല്യാണം കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും നമുക്ക് എങ്ങനെ മനസ്സിലാവും ഇവരെങ്ങനെയാണ് നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണോ കല്യാണം കഴിക്കുന്നത്, ശരിക്കും ആണോ, ഇവരുടെ ഉള്ളിൽ എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ തന്നെ നമുക്ക് എങ്ങനെയാണല്ലേ പറ്റുക. അപ്പോൾ നമ്മുടെ ഭാവിയിൽ ഇത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ട് ഉള്ളൊരു ഇഷ്യൂ ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്, ഇങ്ങനെയുള്ള കുറേ എണ്ണം ഉള്ളത് കൊണ്ട് തന്നെ. ഇനി അതിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് വന്നിരിക്കുന്ന വേറെ കുറേ ആൾക്കാർ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു?
കാരണം സ്വന്തം വീട്ടിലുള്ള ആളുടെ സെക്ച്വാലിറ്റിയും കാര്യങ്ങളൊക്കെ മറച്ചു വെച്ച് കല്യാണം കഴിപ്പിച്ച് ആ കുട്ടിയുടെ ജീവിതം തോലച്ചിട്ട് അമ്മ വീണ്ടും വന്നിട്ട് ആ കുട്ടിയുടെ അമ്മേനെയും കുട്ടീനെയും വന്നിട്ട് കുറ്റം പറയുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട.